ഇനിയുള്ള നാളുകൾ നമുക്കൊന്നു ചേരാം, കഥകൾ പറയാം, കാര്യങ്ങളും. എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ, എല്ലാം റേഡിയോ. കളിയും ചിരിയും പങ്കിടാം, ഒരുമിച്ചൊന്നായി കൂടിടാം ഈ സന്ധ്യയിൽ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ, the station that loves Goats and country and its people. London Malayalam Radio. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ഹലോ മൈ ഡിയർ ലിസണേഴ്സ്, നമസ്കാരം. വെൽക്കം ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുതദ്വീപുമായിട്ട് നിങ്ങളുടെ കൂടെ ഇറ്റ്സ് മീ മീനുക്കുട്ടിയാണ് ഇതായിട്ടിരിക്കുന്നു. പുതിയ കുറേയധികം കൗതുകങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒത്തിരി വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടൊക്കെയാണ് ഞാൻ ഇന്നും എത്തിയിരിക്കുന്നത്. അതിനു മുൻപ് ഇന്നത്തെ ബർത്ത്ഡേ ബേബീസ് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒപ്പം ഇന്നിനിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? ഇന്ന് പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ല അല്ലേ? അപ്പം എന്ത് ചെയ്യാം, പാട്ടിലേക്ക് പോകാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകം മുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. മിഴികളിൽ ഇതളിട്ടു നാണം നീ, മഴയുടെ ശ്രുതിയിട്ടു മൗനം. നറുമണി പൊൻവയിൽ നാൻ മുഴം നേരിയതാൽ അഴകേ നിൻ താരുണ്യം മൂടവേ. നിറമുള്ള രാത്രിതൻ മിഴിവുള്ള തൂവലിൽ കാറ്റിൻ കണ്ണിൽ നിന്നെ പൊന്നിൻ നക്ഷത്രം, മിന്നിൻ നക്ഷത്രം. കാണാതെ ചുണ്ടത്തെ ചെമ്പകം മുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. സുഗന്ധമായി പിന്നെയുമെന്നെ നിൻ തുടുവർണ്ണ കുറിയായി നീ ചാത്തവേ. മനസ്സിലെ മന്ത്രമായി കതിരിടുമോർമ്മയിൽ കണിമണിക്കൊന്നയായി
കുങ്കുമം തൊട്ടു ഞാൻ. വിരകളിലിതളിട്ടു നാണം നീ, മഴയുടെ സ്തുതിയിട്ടു മൗനം. അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു, ഓ പറന്നുയർന്നു. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം. തൊട്ടു ഞാൻ. ഹലോ, തിരികെ താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക് കൂടെയുള്ളത് മീനുവാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഒറ്റ പോക്കായിരുന്നല്ലോ, ഒരു പാട്ടുമൊക്കെ സമ്മാനിച്ചിട്ട്. ഒരു കാറ്റ് പോലെ വന്നു കാറ്റ് പോലെ പോയി എന്ന് പറയണ പോലെ. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്താ പറഞ്ഞത് എന്നൊന്നും മനസ്സിലായില്ല. ബട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. എന്താണ് പച്ചമരം കത്തുന്നു? സാധാരണ നമ്മൾ വീട്ടിലോട്ടൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുപ്പിൽ തീ കത്തിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അറിയാമല്ലോ. അടുക്കളയിൽ അടുപ്പുണ്ടാവും, വിറകടുപ്പ്. അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും 4 or 3 കട്ടയൊക്കെ കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും, പാത്രം വെച്ച് വിറക് വെച്ച് കത്തിക്കും. അപ്പോൾ നമ്മൾ വിറക് എങ്ങനെയുള്ള വിറകാണ് എടുക്കണത്? ഉണങ്ങിയ വിറകാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിയ വിറകിൽ മാത്രമേ പെട്ടെന്ന് തീ പിടിക്കുകയുള്ളൂ. മാത്രമല്ല വിചാരിക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ പാചകം ചെയ്തെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. സോ അടുക്കളയിൽ അടുപ്പ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ വിറക് തന്നെയാണ് വേണ്ടുന്നത്. പച്ചവിറക് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം, പക്ഷേ കത്തുന്നതിന് പകരം നിന്നിങ്ങനെ പുകയും. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഉണങ്ങിയ അവസ്ഥ തീർച്ചയായിട്ടും അത്യാവശ്യമാണ് എന്താണെങ്കിലും കത്താനായിട്ട്. പച്ചമരം നിന്ന് കത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? നിന്ന് കത്തുന്നു പച്ചമരം, അത് കത്തിയാൽ തന്നെ എങ്ങനെ ഇരിക്കും? പച്ചമരം കത്താനോ? എന്താ മീനു ഈ പറയുന്നേ? ആർ യു മാഡ് എന്നൊക്കെ പറയാൻ വരട്ടെ, സംഗതി സത്യമാണ്. അതെന്താണെന്ന് അറിയാനായിട്ട് കാത്തിരുന്നേ പറ്റുള്ളൂ. ഇപ്പോൾ കാറ്റുപോലെയല്ല, കൊടുങ്കാറ്റ് പോലെ പോവുകയാണ് നല്ലൊരു പാട്ടിലേക്ക്. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അല്ലികളിൽ അഴകലയും ചില്ലകളിൽ കുളിരലയും നിൻമൊഴിയിൽ മദന മധുവർഷമോ. സായം സന്ധ്യ തന്നു നിന്റെ പൊന്നാടകൾ, മേഘപ്പൂക്കൾ തുന്നും നിന്റെ പൂവാടകൾ. രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം. അല്ലികളിൽ അഴകലയും ചില്ലകളിൽ കുളിരലയും നിൻമൊഴിയിൽ മദന മധുവർഷമോ. ഗന്ധമാദനത്തിൻ ചോട്ടിൽ സൗഗന്ധികങ്ങളിൽ നിൻ മനസ്സിൻ പരിമളം നിറയുന്നുവോ. മഞ്ജുമന്ദഹാസം തീർക്കും വൈഡൂര്യമോതിരം എന്തിരലിൽ പൗർണമികൾ അണിയിച്ചു. അഞ്ജനമെഴുതിയ നിന്നിഴിയോ ആലിലഞ്ഞൊറിയിതളോ. കഞ്ചുകമുലയും തമ്പുരുവോ കള്ളനുണക്കുഴിയോ. താരമ്പൻ ശ്രുതി ചേർക്കും കാരുണ്യം തിരനോക്കും നാണം പാടുന്നു. അല്ലികളിൽ അഴകലയും ചില്ലകളിൽ കുളിരലയും നിന്നിഴിതൻ മദന ശരവർഷമോ.
മിഴിജാലകങ്ങൾ മെല്ലെ തുറക്കുന്നുവോ മുന്നിൽ, ചെല്ലമണി താഴ്വരകൾ ചിരിക്കുന്നുവോ. അന്തരിന്ദ്രിയങ്ങൾ ചൂഴും അനുഭൂതികൾക്കുള്ളിൽ ബന്ധുരമാം കാമനകൾ തുടിക്കുന്നു. നിൻപദനൂപുരമുലയുന്നു, ശിഞ്ചിതമുതിരുന്നു, ചഞ്ചല പദജതി ഉണരുന്നു, തരളിതമാകുന്നു. സ്വപ്നങ്ങൾ ശ്രുതി ചേർക്കും, സ്വർഗങ്ങൾ തിരനോക്കും, മൗനം പാടുന്നു. അല്ലികളിൽ അഴകലയു, ചില്ലകളിൽ കുളിരലയു, നിൻമൊഴിയിൽ മദന മധുവർഷമോ. ഈറൻ സന്ധ്യമൂളി നിന്റെ പൊൻചിന്തുകൾ, മേഘത്തേരിലേറി എന്റെ വെൺതുമ്പികൾ. രതിസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടുമൂളിടും, പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ നിന്നാണം. അല്ലികളിൽ അഴകലയു, ചില്ലകളിൽ കുളിരലയും, നിൻമൊഴിയിൽ മദന മധുവർഷമോ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുത ദ്വീപിൽ നിങ്ങളുടെ കൂടെ ഇറ്റ്സ് മീ മീനു. സോ പച്ചമരം നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, അങ്ങനെയൊരു പച്ചമരത്തിൻ്റെ ഉൾവശം കത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ചർച്ചാ വിഷയം. വടക്കൻ മിസിസിപ്പിയിലാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. യാതൊരു പ്രകോപനവും കൂടാതെ മരം വെറുതെ നിന്നങ്ങ് കത്തിയതല്ല ഇവിടെ. കനത്ത ഇടിമിന്നലേറ്റാണ് മരത്തിൻ്റെ ഉൾവശം കത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കനത്ത മഴയും കാറ്റും തുടരുകയാണ് മിസിസിപ്പിയിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ. കാലാവസ്ഥ ഗവേഷകനായ ജെയിംസ് പാൻ പകർത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയാസിൽ ചർച്ചയാകുന്നത്. വാൾഡിനിൽ നിന്നാണ് ഇദ്ദേഹം അപൂർവമായിട്ടുള്ള ഈ ഒരു ചിത്രം പകർത്തിയത്. അദ്ദേഹം ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ചിത്രം ഇപ്പോൾ തന്നെ 25,000-ലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. ആ ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾക്കേനോ അല്ലേ, അഗ്നിപർവ്വതം, അതിൻ്റെ ലാവ എങ്ങനെയായിരിക്കും, തീർച്ചയായിട്ടും ചുവന്ന ആ ഒരു കളർ, ആ ഒരു ടെക്സ്ചറിലാണ് ഈ മരത്തിൻ്റെ ഉൾവശം നിൽക്കുന്നത്. അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ മരത്തിൻ്റെ പുറകു ഭാഗങ്ങളിലോട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഉൾവശത്താണ് ഈ ഒരു കത്തലിങ്ങനെ തുടർന്ന് കയറിയിരിക്കുന്നത്. എന്തൊക്കെയാണല്ലേ. എനിവേസ്, നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം, എന്നിട്ട് അടുത്ത കൗതുകത്തിലേക്ക് പോകാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അറുപതു തിരിയിട്ട വിളക്കുകൾ തെളിയുന്നു മിഴിയിൽ, നിൻമിഴിയിൽ. അറുപതു തിരിയിട്ട വിളക്കുകൾ തെളിയുന്നു മിഴിയിൽ, നിൻമിഴിയിൽ. കിഴക്കിനി തൊടിയിലെ തുളസികൾ തളിർക്കുന്നു മൊഴിയിൽ, നിൻമൊഴിയിൽ. നീ നോക്കുന്നു നിലവിൻ നവരാത്രികൾ, നീ പാടുന്നു വരസൂര്യ ഗായത്രികൾ. എന്റെ മനസ്സിനെ വയറ്റും തിരുവാതിരേ, 60 തിരിയിട്ട വിളക്കുകൾ തെളിയുന്നു മിഴിയിൽ, നിൻമിഴിയിൽ, മിഴിയിൽ, നിൻമിഴിയിൽ.
മുകിൽ തോൽക്കുമെൻ വാർമുടി പോൽ തുമ്പിൽ കനകമന്ദാരമായി വിരിഞ്ഞുവെങ്കിൽ വിരൽ തലോടും തമ്പുരുമായി മാറിലെന്നെ നീ ഉറക്കിയെങ്കിൽ ആരതിയാ ഭൈരവിയാ നിൻ ശ്രുതിയായി ശ്രീലയമായി സ്വയം മറന്നലിയുവാനുണർത്തുമോ 60 തിരിയിട്ട വിളക്കുകൾ തെളിയുന്നു മിഴിയിൽ നിൻമിഴിയിൽ മിഴിയിൽ നിൻമിഴിയിൽ കടഞ്ഞെടുത്താവണി പണിഞ്ഞൊരുക്കും നിന്റെ നടന മനോഹര മണ്ഡപത്തിൽ ചുവടുവച്ചാടും നിൻ പദതളിരിൽ മുത്തുമണിച്ചിലമ്പായെന്റെ മനം ചിലമ്പും പരിഭവങ്ങളുമായുണരും പ്രണയ കീർത്തനയാമിനിയിൽ മെയ്യുരുവും നെയ്ത്തിരിയാ എൻ മനസ്സിൽ നീ തെളിയൂ പുലർവെയിൽ ചിറകുള്ള വസന്തമേ 60 തിരിയിട്ട വിളക്കുകൾ തെളിയുന്നു മിഴിയിൽ നിൻമിഴിയിൽ കിഴക്കിനി തൊടിയിലെ തുളസികൾ തളിർക്കുന്നു മൊഴിയിൽ നിൻമൊഴിയിൽ നീ നോക്കുന്നു നിലവിൻ നവരാത്രികൾ നീ പാടുന്നു വരസൂര്യ ഗായത്രികൾ എന്റെ മനസ്സിനെ മയക്കും തിരുവാതിരേ 60 തിരിയിട്ട വിളക്കുകൾ തെളിയുന്നു മിഴിയിൽ നിൻമിഴിയിൽ മിഴിയിൽ നിൻമിഴിയിൽ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ആ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം
കലികൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ ഉള്ളിൽ കലികൊള്ളും മിന്നലോ കടമിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ മാറിലേ തേങ്ങലിൽ പരിഭവമുറയുന്നു ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം മൊഴിതൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നോ വീണു പിടയുന്നോ പൂന്തേൻ മൊഴിതൂവും കാമമോ പൊരുളറിയാതെന്നിൽ മുഴുകുന്നോ വീണു പിടയുന്നോ പൂങ്കുയിൽ കൊഞ്ചലിൽ ഒളിയുമൊരഴകാണോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി London Malayalam Radio, United Malayalis Entertainer. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. അത്ഭുത ദ്വീപില് കൂടെയുള്ളത് മീനുവാണ്. വേവുവോളം കാത്താൽ ആറുവോളം കാക്കാം, അല്ലെങ്കിൽ ആറുവോളം ക്ഷമിക്കാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ കുറേയധികം പഴഞ്ചൊല്ലുകൾ കൊണ്ട് തരുന്നുണ്ടല്ലേ നിങ്ങൾക്ക്. മറന്നു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ ഇതൊക്കെ? മറക്കരുത് കേട്ടോ. പഴഞ്ചൊല്ലുകളിൽ എപ്പോഴും നമുക്ക് ചില സമയങ്ങളിലൊക്കെ എടുത്ത് വെച്ച് യൂസ് ചെയ്യാം. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാത്തത് അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഒരു പിന്നിലേക്കുള്ള എൻ്റെ സ്റ്റോറി എന്താണെന്നറിയോ? ഒരു കുഞ്ഞിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറിയാണ്. അതായത് വേവുവോളം കാത്തില്ല ഇനി ആറുവോളം കാക്കരുതോ എന്നൊരു പഴമൊഴിയൊന്നും ഈ കുഞ്ഞാവയ്ക്ക് ബാധകമേയല്ല. കാരണം 9 മാസം കാത്തിരുന്ന് ഡോക്ടർമാർ നാച്ചുറൽ സിസേറിയനും തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയപ്പോഴാണ് ഡോക്ടർമാരുടെ സഹായത്തിന് കാക്കാതെ കുഞ്ഞാവ അമ്മയുടെ വയറിലൂടെ തല പുറത്തേക്കിട്ടത്. എന്തല്ലേ, ആകപ്പാടൊരു പുകമയമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് ഒന്ന് മനസ്സ് ക്ലിയർ ആക്കാം, എന്നിട്ട് നമുക്ക് ഈ ഒരു വിശേഷം കേൾക്കാം. എന്തു പറയുന്നു? ഓക്കെ അല്ലേ? അപ്പോൾ ദാ പാട്ട് വരുന്നുണ്ട്. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ, മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മോളെ, ഈശ്വരൻ എന്റെ മോളെ രക്ഷിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും എന്റെ മോൾക്കുണ്ടാവും. ഇനി എന്റെ മോൾക്ക് തരാൻ അച്ഛന്റെ കയ്യിൽ ഇതുകൂടിയേ ഉള്ളൂ.
റേഡിയോയുടെ അത്ഭുത ദ്വീപാണ്, കൂടെ മീനുവാണ്. സോ ഡോക്ടർമാര് നാച്ചുറൽ സിസേറിയന് തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ ഡോക്ടർമാരുടെ സഹായത്തിനൊന്നും കാത്തു നിൽക്കാണ്ട് കുഞ്ഞാവ അമ്മയുടെ വയറിലൂടെ തല പുറത്തേക്കിട്ടു. വെനസ്വേലയിലാണ് സംഭവം. കുഞ്ഞു തനിയെ തല പുറത്തേക്കിടുന്നത് കണ്ട ഡോക്ടർമാരുടെ സംഘം ആദ്യം അമ്പരന്നു പോയെങ്കിലും ഈ അത്ഭുത ജനന ദൃശ്യങ്ങൾ ഒരു ഡോക്ടർ പകർത്തിയെടുത്തുട്ടോ. സോഷ്യൽ മീഡിയാസിൽ ഈ ദൃശ്യങ്ങളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സാധാരണ പ്രസവ ശസ്ത്രക്രിയയേക്കാൾ വേഗത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നത്. 4 മിനിറ്റ് കൊണ്ട് കുഞ്ഞുവാവ മിടുക്കനായിട്ട് പുറത്തു വന്നു. വെനസ്വേലയിലെ സർഫ് ക്ലിനിക്കിൽ നടന്ന അത്ഭുത ജനനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ഡോക്ടർ ഫ്രാങ്ക് ലൂഗോയാണ്. കുഞ്ഞി കണ്ണുകൾ മുറുക്കി അടച്ച് വളരെ അനായാസേനയാണ് കുഞ്ഞുവാവ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കുഞ്ഞിനെ പൂർണ്ണമായിട്ട് പുറത്തെടുക്കാൻ ഡോക്ടർമാർ ശ്രമിക്കുമ്പോൾ കുഞ്ഞിക്കൈ പൊക്കിൾക്കൊടിയിൽ ഉടക്കുന്നുമുണ്ട്. പുറത്തെത്തിയതും ഉഗ്രനൊരു അലറിക്കരച്ചൽ സമ്മാനിച്ചു ആ കുഞ്ഞു ഹീറോ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയിരുന്നത് മാക്ബത്തിലെ കാര്യങ്ങളാണ്. അയ്യോ, അമ്മയുടെ വയറ് കീറി പുറത്ത് വന്ന ഒരു കുഞ്ഞുവാവ. ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരുടെ സഹായമൊന്നും ഇല്ലാണ്ട് എനിക്കറിയാം എത്തിക്കൊള്ളാൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വന്ന ഒരു കുഞ്ഞുവാവ, വയറ് കീറി പുറത്ത് വന്ന കുഞ്ഞുവാവ. എൻ്റെ അമ്മ, എന്തൊക്കെയാണല്ലേ നടക്കുന്ന ലോകത്ത്. ശരിക്കും വണ്ടടിച്ചു പോയി ഞാനൊന്ന് റിലാക്സ് ആവട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി ഇങ്ങരിപ്പം തലപ്പാവ്. ചന്തമുള്ളൊരാന നല്ല കൊമ്പനാന ചങ്ങലയും പൊന്ന് തന്നതാടി സമ്മാനം. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി കിണരിപ്പം തലപ്പാവ്. കുഞ്ഞുടുപ്പും കുപ്പിവളേ കിങ്ങിണിയും മണിയാ, ഇങ്ങ് തരാം ഉമ്മ തരാം രാരിരാരോ പാടാം. ചെമ്പക കുമര കൊമ്പിലേ അമ്പിളി മാമനും കൂടെ വാ. തന്നാലം മയിൽ തന്നാലം, തന്നാലം പൊയിൽ തന്നാലം. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാളു പിറന്നാള്, തുന്നി വെച്ചതാരാണി ഇന്നരിപ്പൊൻ തലപ്പാവ്. ഇത്തിരിപ്പൂ മുറ്റമുണ്ടേ പിച്ച പിച്ച നടക്കാം. കുത്തിലങ്ങി ചോട്ടിൽ നിന്റെ കൂട്ടറുത്തു പാടാം. ശാരിക പൈതലിൻ പാട്ടിലേ കണ്ണനാ മുന്നിയും കുട്ടുവാ, പൊന്നൂഞ്ഞാൽ പടി തന്നേരെ ചാഞ്ചക്കം കളിയാടാൻ വാ. കുഞ്ഞുപ്പാവയ്ക്കുന്നല്ലോ നല്ല നാളു പിറന്നാള്, തുന്നി വെച്ചതാരാണി കിന്നരിപ്പൊൻ തലപ്പാവ്. ചന്തമുള്ളൊരാന നല്ല കൊമ്പനാന ചങ്ങലയും പൊന്ന് തന്നതാടി സമ്മാനം. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ
ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुआदी रतिया ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब में बैठेंगे हम और आप इस गाने की महफिल में. बेसुआदी रतिया ओ सजना. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനി. तो एक चाक गरीबा सिया. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. चाक गरीबा सिया सिया सिया. ഹിമഗിരി നിരകൾ പൊൻതുടികളിലിളകി ശിവകര സന്ധ്യാരംഗമൊരുങ്ങി. ഹിമഗിരി നിരകൾ പൊൻതുടികളിലിളകി ശിവകര സന്ധ്യാരംഗമൊരുങ്ങി. നാദഭൈരവീ രാഗധാരയിൽ മന്ത്രധ്വനി തരംഗ താണ്ഡവ നടനയാമമായി. നാദഭൈരവീ രാഗധാരയിൽ മന്ത്രധ്വനി തരംഗ താണ്ഡവ നടനയാമമായി. ഹിമഗിരി നിരകൾ ആ ദുന്ദുഭികൾ തരളമായി ദിങ്മുഖമോ മുഖരമായി തന്ത്രികളിൽ പ്രണവമഴയാ. പഞ്ചഭൂതപതിയാം ദേവൻ താരഹാരമണിയും പിന്നിൽ സോമരാഗമണികൾ പൊഴിയുകയാ. വേദവേദാംഗ മധുര പദഗതിയിൽ ദേവദേവാംഗ ശിവത പദഗതിയിൽ ശിലകൾ ഉരുകി നീർത്തടങ്ങളായി സുഹൃത പനികൾ ചാമരങ്ങളായി. നന്ദി മൃദംഗത്തിൽ ധിമൃത ധിമൃത ജതി ചന്ദന വീണയിൽ ധീരന ധീരന ഗതി. ഇനി ഇവിടെ അസുരകുല കളദളന ചടുല നടയാടിയാടി ഉണരൂ കാശിനാഥ. ഹിമഗിരി നിരകൾ ആ
മണ്ഡപമായി മധുവനം ചഞ്ചലമായി ത്രിഭുവനം ബന്ധുരമായി ത്രിപുട നടകൾ ഇന്ദ്രനീലഗംഗേ പാടൂ ചന്ദ്രകാന്തലതികേ ആടൂ സപ്തസാലവനമേ പൂവണിയൂ മംഗളത്തെന്നലിളകി ഒഴുകവേ പൊന്നണി തിങ്കളുരുകി ഒഴുകവേ ഇവിടെ ഇനിയൊരമൃത താണ്ഡവം തുടരുകിനിയൊരഭയ താണ്ഡവം പ്രകൃതിയുണരുമാർഷ താണ്ഡവം പ്രഭുത ചൊരിയുമതുല താണ്ഡവം മുടിയിലണി ജടയിളകി നാഗമണി തലയിളകി ഇവിടെ ഇനിയു മനഘ നടനമാടൂ കാശിനാഥ സരിഗ മഗ സരിഗ മരിഗ മഗ സരിഗ മഗ സരിഗ മരിഗ മഗ സരിഗ മഗ രിഗ രിഗ മ പദ പ പദ നിസ നിസ നിദ മ പ ദദ നിസ രിരി മഗ രിരി രിരി രിഗ മഗ സരി രി രി സരിഗ സരിഗ സ പദ ദനി നിസ സ സരി സ നിദ ദനി നിസ സ സരി രി രിഗ രി സ സരിഗ 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 സരി രിഗ മ രിഗ മ രിഗ മ രിഗ മ രിഗ ഗ മ പ ഗ മ പ ഗ ഗ മ മ ഗ ഗ മ മ പ ഒരിക്കൽ കൂടി തിരികെ എത്താം ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക് കൂടെ മീനുവാണ്. സോ കുഞ്ഞു ഹീറോന്റെ പ്രവൃത്തി കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ കുഞ്ഞ് ഹൃദയം വലുതായിട്ട് ഇങ്ങനെ ഗിടുകിടുകിടാന്ന് പറഞ്ഞ് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര കിടിക്കുന്നൊന്നുമില്ല, എന്നാലും ഇരുന്നോട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ, കുറച്ച് പുളു അടിക്കണം നല്ലതല്ലേ. പുളുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, മലയാളത്തിൽ ഇപ്പോൾ പുളുവിനെ കവച്ച് വെച്ചുകൊണ്ട് തള്ളു എന്ന് പറയുന്നൊരു വാക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുളുവിനെ മറന്നു തുടങ്ങിയിരിക്കുന്നു. സോ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയാല്ലേ പുളു അടിക്കല്ലേ എന്ന്, ഇനി അതിനെ മറക്കരുത് കേട്ടോ. ഭയങ്കര സങ്കടമാണ് പാവം പുളുവിന്. എന്തായാലും ഇനി അടുത്ത വിശേഷത്തിലേക്ക് പോകാം. ശരീരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്നവരെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? അതെന്ത് ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും നല്ലൊരു വൃത്തിയുള്ള ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ കുളി എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്ത സംഗതി തന്നെയാണ്. കുളി വേണം, എല്ലാവർക്കും കുളി അത്യാവശ്യമാണ്. പല രീതിയിൽ കുളിക്കാം. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുളിപ്പിച്ച് തരാം, സ്വന്തമായിട്ട് കുളിക്കാം. പിന്നെന്താണ്, അത് പല രീതിയിലാകാം. ഒന്നുകിൽ പൂളിൽ പോകാം, അല്ലെങ്കിൽ ഷവറിലാവാം, ബാത്ത് ടബിലാവാം, അങ്ങനെ ഇല്ലേ, എന്ത് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് കുളിക്കാം. എവിടെ വേണമെങ്കിലും പോയി നമുക്ക് കുളിക്കാവുന്നതാണ്. എന്നാലേ വൃത്തിയാകാൻ വേണ്ടിയിട്ട് സ്വയം വാഷിംഗ് മെഷീനിൽ കയറുന്നവരുണ്ടാകുമോ? വാഷിംഗ് മെഷീൻ എന്തിനാണ്? തുണി അലക്കാനാണ്. തുണി അലക്കുന്ന യന്ത്രത്തിൽ കയറി കുളിക്കുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാലുണ്ട്, ഇപ്പോൾ പറയാം. എന്തായാലും നല്ലൊരു പാട്ട് കേൾക്കാം, എന്നിട്ട് മൊത്തം പറഞ്ഞേക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
പൊന്നാരം കടമിഴിയിൽ കമലദളം കടമിഴിയിൽ കമലദളം കവിളിനീർ സിന്ദൂരം നടനടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ ആഘോഷിക്കൂ. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് 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 കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുനോറ്റുണ്ടായ കല്യാണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകിരിയും മത്താപ്പും വേറെ വേണോ പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകിരിയും മത്തപ്പും വേറെ വേണോ നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാരത്തോരം വിളി വേറെ വേണോ വാരത്തോരം വിളി വേറെ വേണോ നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിന് കാവാലം കായലിൽ തുള്ളാട്ടം പുള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടോ പുള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടം പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടം കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കരിമാടിക്കുട്ട
എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ലണ്ടൻ മലയാളം റേഡിയോ അത്ഭുത ദ്വീപിലേക്ക്. സോ വാഷിംഗ് മെഷീനിൽ ഞാൻ ഒരാളെ അലക്കാനിട്ടിട്ട് ഇറങ്ങിയതല്ലേ. അയ്യോ, അയാളുടെ അവസ്ഥ എന്തായാലും നോക്കാം. റിക് മെയ്സൽ എന്ന യുവാവാണ് കേട്ടോ ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ കിടക്കുന്നത്. തൻ്റെ സാഹസികതയുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം വാഷിംഗ് മെഷീനകത്ത് കയറിയുള്ള പ്രകടനം നടത്തുന്നത്. നീല സ്വിംസ്യൂട്ട് അണിഞ്ഞ് ഓക്സിജൻ സിലിണ്ടറും കയ്യിൽ കരുതി ഗോഗിൾ ഗ്ലാസും ധരിച്ചാണ് റിക് എത്തുന്നത്. തുടർന്ന് കൈയും കാലും വിലങ്ങ് ഉപയോഗിച്ച് ബന്ധിക്കുന്നു. തുണി അലക്കുന്ന രീതിയിൽ വാഷിംഗ് മെഷീനകത്തേക്ക് പ്രവേശിക്കുന്ന റിക് മെഷീൻ പ്രവർത്തന സജ്ജമാകുമ്പോൾ കറങ്ങുന്നത് കാണാം. 1 മിനിറ്റിന് ശേഷം യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ റിക് മെഷീന് പുറത്ത് ഇറങ്ങുന്നതും കാണാം. എന്നാൽ ഇത് വളരെ അപകടം പിടിച്ച സ്റ്റണ്ടാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. കൂടാതെ ആരും ഇത് പരീക്ഷിക്കരുത് എന്ന് റിക് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നതാണല്ലേ, ഇത് ആരും പരീക്ഷിക്കാൻ പാടില്ല, ഇത് എക്സ്പേർട്സിനെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് എന്ന്. ഒയ്യോ എൻ്റെ അമ്മേ, എന്തൊക്കെയല്ലേ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഒരു ദിവസം തന്നെ കേട്ടാൽ ശരിയാവില്ല. അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം. ഇപ്പം എന്തായാലും തൽക്കാലം ഇന്നത്തെ അത്ഭുത ദ്വീപ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട, meenu@lmalive.com. അപ്പോൾ വീണ്ടും നാളെ സന്ധിக்கலாம். Until then, take care, stay blessed and stay tuned to London മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. തെന്നി പമ്പ ചിരിച്ചു, ചന്നം ചിന്നം മുത്തു തെറിച്ചു, തുഴയിൽ ചിതറി വെള്ള താമര. തെന്നി പമ്പ ചിരിച്ചു, ചന്നം ചിന്നം മുത്തു തെറിച്ചു, തുഴയിൽ ചിതറി വെള്ള താമര. ഓലക്കയ്യാൽ വീശി എന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും കണ്ണും പാടിയൊഴിഞ്ഞു കണ്ടില്ല. കാതും കേട്ട രഹസ്യം, കണ്ണും കണ്ടു രസിച്ചു, മനസ്സിൽ മയങ്ങും സ്വപ്നമർമരം. കാതും കേട്ട രഹസ്യം, കണ്ണും കണ്ടു രസിച്ചു, മനസ്സിൽ മയങ്ങും സ്വപ്നമർമരം. ഇക്കിളിക്ക് പൊഞ്ചിലങ്ക കാതോല കൈവള പലുങ്കുമോതിരം. ഇക്കിളിക്ക് പൊഞ്ചിലങ്ക കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടില്ല.